വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിപ്പോൾ എടപ്പാളാണുള്ളത്. എടപ്പാളാണ് എൻ്റെ സ്വന്തം വീട്. അപ്പോൾ ആക്ച്വലി ഒരു 2 ദിവസം നിൽക്കാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷെ പിന്നെ എല്ലാം കൂടി 1 വീക്കായി. അപ്പോൾ ഞാൻ വിചാരിച്ചു വിഷു കഴിഞ്ഞിട്ട് പോകാമെന്ന്. അപ്പോൾ വിഷുവിൻ്റെ മുന്നേ നമ്മളൊന്ന് ഗുരുവായൂർ പോകണമെന്ന് കുറേ പറയുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇന്ന് പോകാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ എടപ്പാളായതുകൊണ്ട് തന്നെ നമ്മൾ തലേന്നൊന്നും പോയി ഗുരുവായൂർ നിൽക്കൽ കുറവാണ്. രാവിലെ കുളിച്ച് ഡ്രസ്സ് ചെയ്ത് അങ്ങനെ പോയി തൊഴുത് വരാറാണ്. അപ്പോൾ ഇന്നും നമ്മൾ അങ്ങനെ രാവിലെ പോവുകയാണ്. ഇപ്പോൾ ഒരു 7 o'clock ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മൾ ഗുരുവായൂർ പോകുന്ന ഒരു മിനി വ്ളോഗ് ചെയ്യാമെന്ന്. ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സാരി ഒന്നും കൊണ്ടുവന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു ക്രോപ്പ് ടോപ്പും മമ്മീൻ്റെ സാരിയും കൂടി പെയർ ചെയ്തതാണ്. ഇതാണ് അമ്മത്ത് പോകുന്ന കോലം. എനിക്കറിയാം സെറ്റ് കൊണ്ട് കൊടുക്കുന്നതാണ്. പക്ഷേ കയ്യിൽ ബ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലൊരു ക്രോപ്പ് ടോപ്പും മമ്മീൻ്റെ ഒരു പ്ലെയിൻ സാരിയും കൂടി പെയർ ചെയ്തതാണ്. പോയിട്ട് വരാം. അങ്ങനെ വെച്ചിട്ട് നേരത്തെ കാലത്ത് റെഡിയായി സോഫയിൽ വന്ന് വെയിറ്റ് ചെയ്തിരിക്കാട്ടോ എല്ലാവരെയും. അമ്മമ്മ, മമ്മി, ആമി, അമ്മാമ്മ, ഞാൻ, വിച്ചു, ഞങ്ങൾ ഇത്രയും പേരാണ് പോകുന്നത്. ആ പേപ്പർ വായിക്കുന്നതാണ് എൻ്റെ മാമൻ. നമ്മൾ പോകുന്നത് ഓട്ടോയിലാണ് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്ന ഓട്ടോ ചേട്ടനാണത്, ഗോപാലമാമൻ. അപ്പോൾ പുള്ളീൻ്റെ ഓട്ടോയിലാണ് നമ്മൾ അത്യാവശ്യം എവിടെ പോവുകയാണെങ്കിലും പുള്ളീനെ വിളിച്ചിട്ടാണ് പോവാറുള്ളത്. ഇതാണ് അമ്മമ്മ, അത് ആമി ഇരിക്കുന്നത് മമ്മീൻ്റെ മടിയിലുമാണ് കേട്ടോ. നമ്മൾ എടപ്പാളെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 to 40 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഗുരുവായൂർ എത്താം, ട്രാഫിക്കൊന്നും ഇല്ലെങ്കിൽ. കാരണം ചങ്ങരംകുളം, വൈലത്തൂർ അങ്ങനെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അത്ര ട്രാഫിക്കും ഉണ്ടാവില്ല. ഒരുപാട് റഷ് ഇല്ലാത്ത ഏരിയയാണ്. കുന്നുകുളം ടച്ച് ചെയ്ത് പോകുമ്പോൾ കുറച്ചുകൂടി തിരക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഗുരുവായൂർ എത്തി. അപ്പം അമ്മാമ വർക്ക് ചെയ്യുന്നത് പൂർണിമയിലാണ്, പൂർണിമ ടൂറിസ്റ്റ് ഹോമിൽ. അപ്പം നമ്മൾ എപ്പോൾ ഗുരുവായൂർ വന്നാലും ഫോണും ബാഗും ഒക്കെ അമ്മാമ്മേൻ്റെ അടുത്ത് അവിടെ കൊടുത്തിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോകാറുള്ളത്. അപ്പം ഇതേപോലെ തന്നെ നമ്മൾ അമ്മാമ്മേൻ്റെ അടുത്ത് പോയി ഓട്ടോ അവിടെ നിർത്താമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവിടെ പോയി മാമനെ കണ്ട് എന്നിട്ട് നമ്മൾ അമ്പലത്തിൽ തൊഴാൻ പോകാമെന്ന് വിചാരിച്ചു. അമ്പലത്തിൽ ആക്ച്വലി തൊഴാൻ പോകുമ്പോൾ ഞാൻ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഫോൺ എടുത്തിട്ട് ഉള്ളിൽ നിന്ന് ആ നടപ്പന്തലിൻ്റെ അവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷെ ഒന്നും നടന്നില്ല. കാരണം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് നല്ല തിരക്കുണ്ടായിരുന്നു പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് പായസം ഒക്കെ മേടിച്ച് ഇറങ്ങി. നമ്മൾ ഫുഡ് കഴിക്കാനും വെച്ചിട്ട് മാലയും മോതിരമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഓരോ ഷോപ്പിലൊക്കെ കയറി കേട്ടോ. അങ്ങനെ ഇത് പണ്ട് 5 രൂപ കട എന്ന് പറയുന്നൊരു കടയായിരുന്നു. 5 രൂപയ്ക്ക് കുറേ സാധനം കിട്ടുമായിരുന്നു കേട്ടോ അവിടെ. പക്ഷേ ഇപ്പം 5 രൂപേൻ്റെ സാധനമൊന്നും ഞാൻ ഇന്ന് പോയപ്പോൾ കണ്ടില്ല. അപ്പം അങ്ങനെ വെച്ചുട്ടന് ആമിക്കും എന്തൊക്കെയോ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു. അതൊക്കെ മേടിച്ചു. നമ്മൾ അതിൻ്റെ അടുത്ത് നന്ദിനിയിൽ പോയിട്ട്, നന്ദിനി തന്നെ തോന്നുന്നു അതിൻ്റെ പേര്, അവിടെ പോയി നല്ല നെയ്റോസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. ഭയങ്കര പ്രതീക്ഷയൊക്കെ കയറിയത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ച അത്ര അടിപൊളിയൊന്നും ആയിരുന്നില്ല നെയ്റോസ്റ്റ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിന്നെ വിശപ്പിൻ്റെ ഇതിൽ നമ്മൾ ടേസ്റ്റ് നോക്കാണ്ട് ആണ് കഴിച്ചത്. വെച്ചിട്ടിന് മേടിച്ച മോതിരങ്ങളും അവൻ്റെ വളയും അവൻ്റെ മാലയൊക്കെയാണ് കേട്ടോ. അവിടെ മാമൻ്റെ മോനുണ്ട് കാശിൻ്റെ അടുത്തുള്ള മാല, വള അതൊക്കെ ഉണ്ട്. കാശി മാമൻ്റെ പോലത്തത് വേണമെന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ചാൽ പോയി മേടിച്ചതാണ്. അപ്പം നടപ്പന്തലൊക്കെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് കയറ്റി പണിയുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പൂർണിമയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് വെയിലൊന്നും കൊള്ളണ്ട. അങ്ങനെ ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങി നമ്മൾ വരുന്ന വഴി പഴയുടെ രുചിയിൽ കയറിയിട്ട് വിഷുസദ്യക്കുള്ള ഓർഡറും കൂടി കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിൽ പോയത്. സോ നമ്മൾ ഗുരുവായൂർ പോയി തിരിച്ച് വീട്ടിലെത്തി. ഇപ്പോൾ സമയം 1:30. ഉള്ളിൽ കയറിയില്ലെങ്കിലും ചുറ്റമ്പലത്തിൽ കയറിയിട്ടെങ്കിലും തൊഴാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യം. അങ്ങനെ എങ്ങനെയൊക്കെയോ തിരക്കിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലെത്തി. ഇനി ഗുരുവായൂർ പോകുന്നുണ്ടെങ്കിൽ ഞാൻ വെക്കേഷൻ കഴിഞ്ഞിട്ട് പോകുള്ളൂ തീരുമാനിച്ചു.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.